നമസ്കാരം, ഞാൻ സന്തോഷ് പിൽപ്പ് നന്ദിയാട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് നമ്മുടെ എല്ലാം ഓർമ്മകളിലുണ്ട്. ബഹുനില കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടന്ന ഈ ബസ് സ്റ്റാൻഡ് അനേകം ബസ്സുകൾ ഇവിടെ നിന്നായിരുന്നു പുറപ്പെട്ടുകൊണ്ടിരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കോട്ടയം നഗരസഭ ബഹുനില കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം മൂലം ഈ കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് ഇപ്പോഴെ ഒരു മൈതാനമാക്കിയിരിക്കുകയാണ്. പുതിയ കെട്ടിടങ്ങൾ ഇവിടെ പണിയുമെന്നാണ് നഗരസഭ പറഞ്ഞിരിക്കുന്നത്. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കാർണിവൽ ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അത് നമുക്കൊന്ന് കാണാം. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോഴേ കാണുന്നത്. ബഹുനില കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടന്ന കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം മൂലം പുതിയ കെട്ടിടം പണിയാനാണ് നഗരസഭ ഇത് പൊളിച്ചത്. കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് മാറ്റിയപ്പോൾ മനോഹരമായ ഒരു മൈതാനമായിട്ട് ഈ ബസ് സ്റ്റാൻഡ് മാറി. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കാർണിവൽ തിരുനക്കര മൈതാനത്ത് നിന്നും ഇപ്പോൾ ഈ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് തിരുനക്കര ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിശാലമായ സ്ഥലമുണ്ട്. സ്ഥല സൗകര്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ തൊട്ടിലാട്ടവും അങ്ങനെ ഓരോരോ ചിന്തിക്കടകൾ ഇങ്ങനെയുള്ള കടകൾ എല്ലാം ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. തിരുനക്കര ബസ് സ്റ്റാൻഡ് നമ്മുടെ ഓർമ്മയിലുള്ളതും ഇപ്പോൾ തിരുനക്കര ആ ഓർമ്മയിൽ നിന്നും മാറി തിരുനക്കര ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് ആളുകൾക്ക് ഇതെന്നും വന്നു പോയിക്കൊണ്ടിരുന്നിടത്ത് തിരുനക്കര ബസ് കയറാനും ഒക്കെ നമ്മളൊക്കെ സ്ഥിരം ഈ തിരുനക്കര ബസ് സ്റ്റാൻഡിലാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ആ കാഴ്ചപ്പാടൊക്കെ മാറി ഒരു പുതിയ മുഖമാണ് ഇപ്പോഴിപ്പം തിരുനക്കര ബസ് സ്റ്റാൻഡ് വന്നത്. ഇവിടെ ഇനിയും പുതിയ കെട്ടിടങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ മാറ്റങ്ങൾ ഈ കോട്ടയം കോട്ടയത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.